പോലീസുകാരുണ്ട്. 4 പോലീസുകാർ രാവിലെ, വൈകുന്നേരം ഒരു 4 പോലീസുകാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വലിയൊരു കുറേ ദിവസം മുന്നേ ഒരു കാര്യം പറയാമെന്ന് പറയുന്നു. അതായത് ഇനിയിപ്പോൾ കാര്യത്തിൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ എന്താ പറയുക, വളച്ചൊടിച്ച് കാര്യം പറഞ്ഞേക്കാന്നല്ലോ ഒറ്റയടിക്ക് പറയാം. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ ലൈവ് വേണം. ലൈവ് ചിലപ്പോൾ എനിക്ക് മുണ്ടാനോ പറയാനോ ഒന്നിനും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക, ഇത് കോമഡി എന്നും കൂടി പറയാം. അച്ഛനും അമ്മയ്ക്കും നമ്മളെ വേണ്ട. ഈ അച്ഛനും അമ്മയ്ക്കും മക്കളെ വേണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർ നമ്മളെ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുകയോ ഒരിക്കലുമില്ല. പണ്ട് വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്. അതായത് പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷം മുന്നേന്നല്ല, ഏകദേശം ഒരു 10 വർഷത്തിന് താഴെ. അത് ഞങ്ങൾ പാലക്കാട് മലമ്പുഴ ഡാം കാണാൻ പോകും. അപ്പോൾ ഈ പുതുപ്പെരിയാരത്തും അതേപോലെ മുട്ടിക്കുളങ്ങര പാലക്കാട് ടൗണിലൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 4-5 പേരുണ്ടാവും. കവ കാണാൻ പോകും. പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിൽ നല്ല രസം കാണാൻ. അടിപൊളി വ്യൂ ഏരിയയാണ്. അടിപൊളി പറഞ്ഞാൽ മറക്കില്ല പോയാൽ പിന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ വിളിക്കാത്ത കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയാത്ത ക്ഷണിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോകും. ഞാൻ കുറേ പോയിട്ടുണ്ട്. എന്തിനപ്പോൾ നമ്മളില്ലാത്ത കാര്യമല്ലല്ലോ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ അതേപോലെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു വിഴിഞ്ഞം തുറമുഖം പദ്ധതിയായിട്ട് ഒരാൾ അവിടെ കയറിയിരിക്കുന്നത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാനിൻ്റെ ആ വിളിക്കാത്ത കല്യാണത്തിന് പോയ ഓർമ്മ എനിക്ക് വരുന്നത്. എന്ത് പ്രഹസനമാണ് സാറേ ഇതൊക്കെ, അല്ല എന്ത് പ്രഹസനമാണ് കേരളമേ ഇത്. അവിടെ പോയിരുന്നത് മുദ്രാവാക്യം വിളിക്കുക, അതേപോലെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മൂപ്പര്, എന്തൊക്കെ. അത് അവിടെയുള്ള പിന്നെ അവിടെ ന്യൂസ് ചാനലുകാർക്ക് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടിയാൽ മതി. നിങ്ങൾക്കറിയാം, ഈ ബാക്കി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് വലിപ്പം കൂട്ടി, നീളം ചെറുതാണെങ്കിലും വലിപ്പം കൂട്ടിയിട്ട് അവരത് എന്തെങ്കിലും ആക്കിയിട്ട് തീർക്കും അവർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? വെറുതെ ആവശ്യമില്ലാത്ത നമ്മുടെ കേരളത്തിൻ്റെ വില പോണത് ഇങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബാക്കി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പേ മൂപ്പരോടെ സീറ്റ് ഉറപ്പിച്ചതോ. എന്താ ഇതിലൊരു കഥ ഉള്ളതെന്ന് ആലോചിക്കണേ. നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യത്തോടെ പോകാം, അവിടെ ഇരിക്കാം. അതും മുന്നത്തെ നിരയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനതായ എല്ലാ ഭാഷകളും ആചാരങ്ങളും എല്ലാതും ഇപ്പോൾ ഓരോ കാര്യങ്ങളും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. റോഡിൽ തന്നെ കൂടുതലും ഞാൻ കാണുന്നത്. അപ്പോൾ പറയാതിരിക്കാനും വയ്യ, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ പറഞ്ഞ വല്ല അവസ്ഥയാണ്. ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞു. ഏത് എല്ലാതും ശരിയാവുത്രേ. ശരിയാവും, ശരിയാണത്. എല്ലാതും ശരിയാകും എന്ന് പറഞ്ഞിട്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ശരിയാവില്ല. ഞാനിങ്ങടുത്ത് കുറേ ദിവസം മുന്നേ ഒരു കാര്യം പറയാമെന്ന് പറയുന്നു.
അതായത് ഇനിയിപ്പോൾ കാര്യത്തിൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ എന്താ പറയുക, വളച്ചൊടിച്ച് കാര്യം പറഞ്ഞേക്കാന്നല്ലോ ഒറ്റയടിക്ക് പറയാം. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആർക്കും ഒന്നും മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ ലൈവ് വേണം. ലൈവ് ഇട്ട് കഴിഞ്ഞാലാണ് ചിലപ്പോൾ ആൾക്കാർ വരുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും വരെ എത്തിയത് അതായത് നിങ്ങളുടെയൊക്കെ ഒറ്റ ആ കാഴ്ചകൾ കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പിന്നെ എല്ലാ തരത്തിലുള്ള ഒരു തരം എന്താ പറയുക, ഒഴിവാക്കപ്പെടാനാവാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറയാം. ചില സമയത്ത് നമ്മൾ വഴിതിരിഞ്ഞ് പോകേണ്ടി വരും. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായിട്ടും വരാം, ഇല്ലയെന്ന് പറയാം. പക്ഷേ നിങ്ങൾ റോഡിൽ വാഹനം ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. ശ്രദ്ധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വാഹനത്തിൻ്റെ സ്പീഡ്, മറ്റുള്ള വാഹനത്തിൻ്റെ വേഗം, മറ്റുള്ള വാഹനത്തിൻ്റെ ഞാൻ ഇനി വേറൊരു കാര്യം പറയണ്ടല്ലോ, വേണ്ട. അപ്പോൾ വൈകുന്നേരത്ത് നല്ല ബ്ലോക്കാണ് ഇവിടെ. അതിപ്പോൾ ഞാൻ ദിവസേന നിങ്ങൾ കാണേണ്ട കാര്യമാണ്. നമ്മുടെ മണ്ണാർക്കാട് നല്ല ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിടുത്തപ്പെട്ട ബ്ലോക്കാണ്. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് നേരം പറയാം, അപ്പോഴാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. 1985 അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പോൾ പിന്നെ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എൻട്രി വേണ്ടേ, അതായത് ഒരു വീഡിയോക്ക് എന്തെങ്കിലും ഒരു പിന്നെ ഇൻസ്പിറേഷൻ കൊടുക്കണ മാതിരിയുള്ളൊരു സംഭവമാണ്. അപ്പോഴേ നമുക്കൊരു നിങ്ങൾക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകാൻ പറ്റുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞാലേ എന്നെ കൂട്ടാനുള്ള പരിപാടി, അതായത് ഇടയ്ക്കിടെ നിന്നിട്ട് കൂട്ടത്തിൽ നിന്നിട്ട് ഒപ്പം നിന്നിട്ട് വിശ്വസിപ്പിച്ച് ചതിക്കണ കൂട്ടമാണ് എൻ്റെ കൂട്ടം. ഞാൻ അതിൽ കൂട്ടുകാരെ ഞാൻ പറയുന്നില്ല കേട്ടോ, പുറത്തുള്ളവരെ ഞാൻ പറയില്ല. ഞാൻ ഇപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് ആളുകൾ വേദന സഹിച്ച് ക്ഷമിച്ച് എനിക്ക് നാളെ നല്ലത് വരും, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കാര്യം എൻ്റെ കൂടെ തേടി വരും എന്നുള്ള രീതിയിൽ നടക്കുക. കുറേ ഞാൻ പറയണതെന്നോ, നമ്മൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ലേ, വക്കീലൊക്കെ ആയിട്ടുള്ളത്? എന്താ സിനിമയുടെ പേര്? ഹലോ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ അച്ഛനും അമ്മയും കാരണം മാറ്റി നിർത്തപ്പെടേണ്ടി വന്നു എന്നാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്ന അവർക്കറിയാം. അതായത് നമ്മൾ ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഞാൻ ഉറപ്പായിട്ടും രക്ഷപ്പെടും, ഉറപ്പാണ്. ഞാൻ എന്നോട് തന്നെ പറയണതെന്നറിയാം, എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടിന് നല്ല കമ്മിയുണ്ട്. ചില സമയത്ത് ഞാൻ എന്നോട് തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ സപ്പോർട്ടിങ് ബിറ്റ്വീൻ ദാറ്റ് എന്താ പറയുക, ബൂമറാങ് പോലെ തിരിച്ചു വരികയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് ചതിക്കണത് വേറെ ആരുമല്ല നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ലൈവ് ഇടാന്ന്. പക്ഷേ ഞാൻ ലൈവും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണുന്ന വേറൊരാളുണ്ട്. അയാൾ ചിലപ്പോൾ എന്നെ എന്തെങ്കിലും രീതിയിൽ, ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ഭ്രാന്തൻ എന്നില്ല കേട്ടോ, ഭ്രാന്തനല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഭ്രാന്തനല്ലാത്ത രീതിയിൽ പോകുന്നു. പക്ഷെ ഇനി ചിലപ്പോൾ എനിക്ക് മുണ്ടാനോ പറയാനോ ഒന്നിനും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക, ഇത് കോമഡി എന്ന് കൂടി പറയാം.
അച്ഛനും അമ്മയ്ക്കും നമ്മളെ വേണ്ട. ഈ അച്ഛനും അമ്മയ്ക്കും മക്കളെ വേണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർ നമ്മളെ സ്നേഹിക്കോ, വിശ്വസിക്കോ, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നാട്ടുകാർക്ക് ഇപ്പം എന്താ ആവശ്യം? നാട്ടുകാർക്ക് ഇപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലെന്ന് പണ്ട് ആരോ പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ അവർക്ക് നല്ല രസമാണ്. ഞാനിപ്പോൾ ഭ്രാന്തനായി നടക്കണം. ഇപ്പോൾ റോഡിൽ ബൈക്കിൽ പോണ രണ്ടാൾക്കാർ വണ്ടി നിർത്തിയിട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ നമ്മളെന്താ കരുതുക? അവർ ഭ്രാന്താണ്. അതേ അവസ്ഥ തന്നെയാണ് നാട്ടുകാരുടെ കാര്യം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ, നമ്മൾ നാട്ടിലും വീട്ടിലെയും അവിടുത്തെ ഇവിടുത്തെയും കാര്യം പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറൊരാൾ കളിക്കുന്നുണ്ട്, ശരിക്കും കളിക്കുന്നുണ്ട്. പറഞ്ഞാൽ നല്ല കളി കളിക്കുന്നുണ്ട്. കാരണം അവൻ നശിക്കട്ടെ, അവൻ സന്തോഷമില്ലാതെ ഉറങ്ങാതിരിക്കട്ടെ, അവൻ ഉറങ്ങുമ്പോൾ ദുസ്വപ്നം കാണട്ടെ, അവൻ്റെ വിശ്വാസം മറ്റുള്ളവരാൽ അവൻ തന്നെ തകർക്കപ്പെടട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോണത്. അപ്പോൾ ഇതിനൊക്കെ എന്തായാലും ഒരു മാറ്റം വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. മാറ്റം വരുത്തിയിട്ടേ ഞാനും പോവുള്ളൂ. അത് വേറെ കഥ. അങ്ങനെ നമ്മളെ ചതിച്ച ആൾക്കാരെ നമ്മളങ്ങനെ സന്തോഷത്തോടെ വിടില്ല. എനിക്ക് എൻ്റെ മനസ്സെന്നെ സ്വയം പറയാൻ തുടങ്ങി, നീ പിന്നെ മറ്റുള്ള ആൾക്കാരിൽ വ്യത്യസ്തനാവാൻ പോവുകയാണ്. പക്ഷെ നിന്നെ സ്വയം തോൽപ്പിക്കുന്ന ഒരു ആള് നിന്റെ കൂടെ ഉണ്ട്. നീ ചളിക്കൊണ്ടിലാണ് കിടക്കുന്നത്. നീ എന്താ പറയുക, ഈ പന്നികളൊക്കെ വൃത്തികെട്ട പിന്നെ രീതിയിലത്ര ജീവിക്കാം. അപ്പം നീ ഇങ്ങനെ ആയിരുന്നില്ല. നീ ഒരുപാട് നല്ലവനോ എന്നല്ല പറഞ്ഞിട്ടോ, നീ ഇങ്ങനെ ആയിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇതേമാതിരി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നീ ഒരുപാട് മാറിപ്പോയി എന്നിട്ട് 4 തെറിയ പറഞ്ഞു. അപ്പോൾ അതേപോലെ എങ്ങനെ നമുക്കത് പിന്നീട് എന്തായാലും പരിശോധിക്കാം. നമ്മളങ്ങനെ പെട്ടെന്ന് മരിക്കൊന്നുമില്ലല്ലോ. അപ്പോളേ നല്ല ബ്ലോക്കാണ്. ഈ താഴത്തേക്ക് പോയാലേ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ തിരിച്ചു പോകാനാണ് പ്ലാൻ. നമ്മുടെ ഈ കോടതിപ്പടിയിൽ ഒരു സിഗ്നൽ സംവിധാനം കൊണ്ടുവരണമെന്ന് ഞാൻ കുറേ വട്ടം പറഞ്ഞു. ഇവിടെ റോഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവർമാർക്കൊന്നും ഇതിൻ്റെ ഒരു കാര്യം അറിയാൻ അവർ ആഗ്രഹിക്കണമില്ല. ഒക്കെ വണ്ടി ഓടിക്കണോ, അവനാൻ്റെ സൗകര്യത്തിൽ പോകണോ, അവനാൻ്റെ ഇഷ്ടത്തിന് കയറി പോകണോ, ഒക്കെ ട്രാഫിക് ഒക്കെ ഞാനും ഒക്കെ തെറ്റിച്ച് പോകണം. കാരണം നമുക്കിപ്പോൾ വേഗതയല്ലേ വലിച്ച്, അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ക്യാമറയിൽ നല്ലതാണ്, അത് സേഫാണത്. അപ്പോൾ നമ്മുടെ കോടതിപ്പടിയിൽ സിഗ്നൽ സംവിധാനം കൊടുത്ത് ഇവിടെ ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. 4 പോലീസുകാർ രാവിലെ, വൈകുന്നേരം ഒരു 4 പോലീസുകാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ ഈ ഒരു വെയിലത്ത് നിന്നിട്ട് ഇവരിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴേ നമുക്ക് തന്നെ വലിയൊരു, ഞാൻ പറയട്ടെ, എനിക്ക് വലിയ സങ്കടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും മനുഷ്യന്മാരാണ്, അവരും മനുഷ്യന്മാരാണ്. അവർക്ക് യൂണിഫോമും നമുക്ക് യൂണിഫോമൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് നഗരസഭ എത്രയും പെട്ടെന്ന് ഒരു ട്രാഫിക്കിൻ്റെ സിഗ്നലുകൾ കോടതിപ്പടി തൊട്ടിട്ട് ആശുപത്രിപ്പടി ജംഗ്ഷൻ വരെ സ്ഥാപിക്കണം എന്നാണ് എൻ്റെ ഈ ചാനലിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അഭ്യർത്ഥന. അതുമാത്രമല്ല, പ്രത്യേകിച്ച് ഇവിടെ ക്യാമറകൾ ഒരുപാട് സ്ഥാപിച്ചിട്ടുള്ള കാര്യം നമ്മൾ ഇതിന് മുന്നേ അറിഞ്ഞു. പക്ഷേ എന്നാലും ഈ ബൈക്കുകാരെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവർ ഏടാകൂടെ ഉണ്ടാക്കാനായിട്ട് ഈ വെള്ളവരുടെ നടുക്കൂടെ വരുന്നതാണ്. അത് ചെറിയ വാഹനങ്ങളൊക്കെ നിർത്തി കൊടുത്തിട്ട് 2 തെറി പറഞ്ഞു പോകുന്നതാണ്. വലിയ വാഹനങ്ങൾക്ക് ചിലപ്പോൾ തെറി പറയാൻ സമയം കിട്ടുന്നതിൻ്റെ മുന്നേ ഈ നീളം കൂടിയ വലിയ ടയറുകൾ ചിലപ്പോൾ അവരെ വണ്ടിയുമേ കയറി ഇറങ്ങിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാവരും ഓൻ്റെ മുന്നിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഞാനാണ് റോങ് സൈഡ്.
അങ്ങനെ കുറേ തന്തല്ലാത്ത ആൾക്കാരുണ്ട് റോഡിൽ. അതായത് അവർ വെള്ളവരുടെ അപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ തെറി പറയുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുമോ? യൂട്യൂബ് എന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൻ്റെ വീഡിയോ ചെക്ക് ചെയ്യുന്നത് കേരളത്തിലാണ്. അതായത് അത്രയും മോശപ്പെട്ടൊരു സ്ഥലമായിട്ട് വരികയാണ്. പാകിസ്ഥാനാണ് ഏറ്റവും മോശപ്പെട്ടൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാനേക്കാളും മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. കാരണം എല്ലാം കൊണ്ടും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സൗദിയിലെ നിയമം കൊണ്ടുവരണം, എന്നാൽ മാത്രമാണ് ഇപ്പം സൗദിയുടെ നിയമം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമല്ല അറിയില്ല. നമ്മൾ എങ്ങനെ പോയിട്ട് ഒരു പ്രയോജനമില്ല. കാരണം എല്ലാം കൊണ്ടും മടുത്തു പറഞ്ഞാൽ വെറുത്തു പോവുകയാണ്. എൻ്റെ അടുത്ത് 2-3 കൂട്ടുകാർ ചോദിക്കില്ല കേട്ടോ, പറഞ്ഞു അന്നെപ്പോലെ ഭൂമിയിൽ ഇത്രയും സൗഭാഗ്യത്തിൽ നടക്കുന്ന ഒരാളില്ലാന്ന്. അപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യം വന്നു. എന്ത് സൗഭാഗ്യം, തങ്ങളുടെ മൂഡ് ഞാൻ കുറേ വർത്തമാനം പറഞ്ഞു ഇതിൽ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം കുടുംബമില്ല, ഒന്നുമില്ല, പെണ്ണുമില്ല, മണ്ണുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പെണ്ണില്ല, മണ്ണ് എനിക്കുണ്ട് പറഞ്ഞു. 6 അടി മണ്ണുണ്ട്. ഇനിയിപ്പോൾ 6 അടി മണ്ണില്ലെങ്കിൽ പോലും ഐവർ മണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്തൊരു അവസ്ഥ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ മറ്റുള്ള അവസ്ഥയൊന്നും പറയില്ല. അപ്പോളേ ഇനിയിപ്പോൾ ഞാൻ അവസ്ഥേനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നാളെ ഞാൻ എൻ്റേതായ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നല്ല അവസ്ഥയും മോശാവസ്ഥയൊക്കെ. പക്ഷേ നല്ല അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ അവസ്ഥകൾ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ടീമുണ്ട് നമ്മൾക്ക്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ആക്ക് കേട്ടിട്ടാണ് എന്നെ ഒറ്റപ്പെടുത്തിയത്. അപ്പോൾ അത് നാളെ എന്നെ ഒറ്റപ്പെടുത്താൻ പറഞ്ഞ നിങ്ങൾ ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ നിങ്ങളുടെ 2 ഘട്ട രീതിയിലാക്കും. 2 ഘട്ട രീതി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് നിങ്ങൾ കണ്ടറിയണം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞാൽ എന്താ പറയുക, അവസാനം കാട് കയറി അവസാനം ഭ്രാന്ത് വരും. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മണ്ണാർക്കാടിൻ്റെ ഓരോ അവസ്ഥകൾ കേട്ടോ. നമുക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, കണക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഇനി യാത്രയില്ല കേട്ടോ. ഞാനെപ്പോഴും രാവിലെ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ പുണ്യാളുണ്ട് നമ്മുടെ പള്ളിയുടെ അവിടെ. അപ്പോൾ പുണ്യാള നീ എന്നെ ഒന്ന് കര കയറ്റി വയ്ക്കുമ്പോൾ മൂപ്പര് ചിലപ്പോൾ ഇടം കണ്ടിട്ട് നോക്കണതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇടം കണ്ടിട്ട് നോക്കിയിട്ട് മൂപ്പര്